നമസ്കാരം. ബോധിയുടെ ഫിസിക്സ് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഫിസിക്സിൻ്റെ 5ാമത്തെ ലെസണാണ്. കഴിഞ്ഞ ലെസണിൽ നമ്മൾ ജൂൾസ് ലോയെ പറ്റി പറഞ്ഞു. നമ്മുടെ ജൂൾ ആ ഇക്വേഷനിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്നതിനെ പറ്റിയും നമ്മൾ പറഞ്ഞു വെച്ചു ഇല്ലേ. ജെയിംസ് വാട്ട് ആവിയന്ത്രത്തിൻ്റെ കണ്ടെത്തൽ അല്ല ആവിയന്ത്രം കണ്ടെത്തിയ സമയത്ത് അതിൻ്റെ വർക്കിങ്ങിനെ പറ്റി വിശദമായിട്ട് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് തന്നെ പറയാം. പിൽക്കാലത്ത് ജൂൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയിലൂടെ അത് എങ്ങനെയാണെന്ന് വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഒരു ഇക്വേഷനിലേക്ക് എത്തിച്ചേർന്നു. ഒരു ചാലകത്തിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ആ ഹീറ്റ് എത്രയായിരിക്കും അത് കൃത്യമായിട്ട് കണ്ടെത്താമെന്ന് നമ്മുടെ ജൂൾ പറഞ്ഞു വെച്ചു. അങ്ങനെയാണ് നമ്മളത് ജൂൾസ് ലോയിലേക്ക് എത്തിച്ചേർന്നത്. കഴിഞ്ഞ ലെസൺ നമ്മൾ പറഞ്ഞു വെച്ചത് ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന താപം അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ സ്വാധീനിക്കുന്നു അല്ലെ. അവിടെ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു ചാലകത്തിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹ തീവ്രതയെ സ്വാധീനിക്കുന്നുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്: അവിടെ ഹീറ്റ് എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ ടേം വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കുക. ഇവിടെ സ്ക്വയർ ആണ് ഞാൻ പറഞ്ഞു വെച്ചത്. പിന്നീട് റെസിസ്റ്റൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും നമ്മൾ പറഞ്ഞു വെച്ചു. അതുപോലെ ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ടൈം കൂടുന്നതിനനുസരിച്ചിട്ടും അവിടുത്തെ എന്ത് ചെയ്യും, ഹീറ്റ് എന്ന് പറയുന്നത് കൂടും. കഴിഞ്ഞ ലെസൺ നമ്മൾ പറഞ്ഞത് ഇവിടുത്തെ നമുക്ക് ഡൗട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമായിരുന്നു. നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു ഇലക്ട്രിക് ഹീറ്റർ ഞാൻ എടുത്തു വെച്ചു അല്ലെ. ആ ഇലക്ട്രിക് ഹീറ്റർ ഇപ്പോൾ വർക്ക് ആവുന്നില്ല, അത് പൊട്ടിപ്പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ സെയിം മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അതിനെ വെൽഡ് ചെയ്ത് വെച്ചപ്പോൾ അതിന് നീളം കൂടി. സ്വാഭാവികമായിട്ടും അതിൻ്റെ റെസിസ്റ്റൻസ് കൂടണം. ജൂൾ പറയുന്നതനുസരിച്ചിട്ട് ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ അവിടെ ഹീറ്റ് കൂടുമെന്നാണ് നമ്മുടെ ജൂൾ പറഞ്ഞു വെച്ചത്. പക്ഷേ നമ്മുടെ പ്രോബ്ലം നമ്മൾ ചെയ്തു വന്നപ്പോൾ ഏത് ഹീറ്ററിനായിരുന്നോ റെസിസ്റ്റൻസ് കുറവ് അവിടെ കൂടുതൽ താപം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അതിൻ്റെ റീസൺ എന്തായിരുന്നു? അതിന് കാരണം എന്ന് പറയുന്നത് അവിടെ റെസിസ്റ്റൻസ് കുറയുമ്പോഴത്തേക്ക് ഓംസ് ലോ അനുസരിച്ചിട്ട് ഐ കൂടുന്നതായിട്ട് നമ്മൾ കണ്ടു. സ്വാഭാവികമായിട്ടും ആറ് ഡയറക്ട്ലി പ്രൊപ്പോർഷണലേ ഉള്ളൂ. പക്ഷെ ഐ എന്ന് പറയുന്നത് ഐ സ്ക്വയറിന്റെ ടൈമിലായിരിക്കും കൂടുക. അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും എന്നതിനെ പറ്റി കഴിഞ്ഞ ലെസൺ നമ്മൾ പറഞ്ഞു വെച്ചു. ഇത് വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക, മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക, കൂടുതൽ പ്രോബ്ലം ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ലെസൺ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നിങ്ങളോടൊരു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രിക് ഹീറ്റർ ഉണ്ട്. ആ ഇലക്ട്രിക് ഹീറ്ററിനെ ഞാൻ ഒരു 230 വോൾട്ടുമായിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ട് 1 മിനിറ്റ് നേരത്തേക്ക് അതിലേക്ക് ഇലക്ട്രിസിറ്റി പ്രവഹിപ്പിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായ താപം എന്ന് പറയുന്നത് 1000 ജൂൾ ആണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, എൻ്റെ കയ്യിൽ ഒരു കണ്ടക്ടർ ഉണ്ട്. ഈ കണ്ടക്ടറിലൂടെ ഞാൻ ഇലക്ട്രിസിറ്റി പ്രവഹിപ്പിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായ താപം അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറയുന്നത് 1000 ജൂൾ ആണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ കേസിൽ ഇവിടെ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ടിനെ ഞാൻ ഡബിൾ ആക്കി. നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഈ കേസിൽ ഞാൻ ഐ എന്ന് പറയുന്നത് 2I ആക്കി കഴിഞ്ഞാൽ ഈ ഹീറ്റിന് എന്ത് മാറ്റം വരും? നമ്മൾ കഴിഞ്ഞ ലെസണിൽ നമ്മൾ ടേബിൾ പഠിച്ചായിരുന്നു അല്ലേ. ആ ടേബിളിൽ നമ്മൾ പറഞ്ഞു വെച്ചത് നമ്മുടെ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ടിനെ നമ്മൾ ഡബിൾ ആക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന താപം എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? 4 മടങ്ങായിട്ട് കൂടും. ശരിയാണോ? നമുക്ക് നോക്കാം. ഈ കേസിൽ ഐ എന്ന് പറയുന്നത് എന്തായി? നമ്മൾ 2I ആക്കി അല്ലേ. നമ്മുടെ ഇക്വേഷൻ അനുസരിച്ചിട്ട് 2I² ആണ്. സ്വാഭാവികമായിട്ടും ഇതെന്തായിട്ട് മാറും? 4I² എന്നുള്ള ടൈമിലോട്ട് മാറും. ശരിയല്ലേ? നമ്മുടെ ഇക്വേഷൻ പറയുന്നത് H = I² RT എന്നാണ്. ഇവിടെ ഐ ഡബിൾ ആക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഇക്വേഷൻ H = 4I² RT എന്നായിട്ട് മാറും. നമുക്കറിയാം I² RT എന്ന് പറയുന്നത് 1000 ജൂൾ ആണ്. ശരിയാണല്ലോ? അങ്ങനെയെങ്കിൽ ഇതിനെ 2I ആക്കി കഴിഞ്ഞാൽ ഹീറ്റിൽ എന്ത് വ്യത്യാസം വരും? നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ 4 × 1000 ജൂൾ ആയിട്ട് എന്ത് ചെയ്യും? ഹീറ്റ് മാറും. അങ്ങനെയെങ്കിൽ 4000 ജൂൾ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന ഹീറ്റ്. ശരിയാണോ? ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്,
ഇവിടുത്തെ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഞാൻ നേരെ പകുതിയാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ഹീറ്റിൽ എന്ത് വ്യത്യാസം വരും? എന്തായിരിക്കും വ്യത്യാസം വരിക? നമ്മൾ കഴിഞ്ഞ ലെസണിൽ പറഞ്ഞു വെച്ചത് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് പകുതിയാക്കുകയാണെങ്കിൽ അവിടെ ഹീറ്റ് എന്ന് പറയുന്നത് 4 മടങ്ങായിട്ടായിരിക്കും കുറയുക. ശരിയല്ലേ? ഇവിടെ H = I² RT ആണ്. ഞാൻ I എന്ന് പറയുന്നത് I/2 ആക്കി, അതിന്റെ സ്ക്വയർ ഇൻറ്റു R ഇൻറ്റു T. ശരിയാണല്ലോ? അങ്ങനെയെങ്കിൽ ഇവിടെ എനിക്ക് എഴുതാം I² / 4 ഇൻറ്റു R ഇൻറ്റു T. ഇതില് H = 1/4 ഇൻറ്റു I² RT എന്ന് എനിക്ക് എഴുതാം. ശരിയല്ലേ? ഇവിടെ I² RT എത്രയാണ്? ഈ പറഞ്ഞ പോലെ 1000 ജൂൾ ആണ്. അങ്ങനെയെങ്കിൽ 1/4 ഇൻറ്റു 1000 എത്ര കിട്ടും? 250 ജൂൾ എന്ന് കിട്ടും. അപ്പോൾ ഈ പ്രോബ്ലത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടുത്തെ ഈ കൺസെപ്റ്റ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് കുറയുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന താപം എന്ന് പറയുന്നത് വളരെ കുറയും. അതുപോലെ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് കൂടുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന താപം എന്ന് പറയുന്നത് കൂടുതലാണ്. ശരിയല്ലേ? ഇനി ഈ കേസിൽ ഞാൻ ടൈമാണ് കൂട്ടിയെങ്കിലോ? 1 മിനിറ്റ് എന്നുള്ളത് 2 മിനിറ്റ് ആക്കി. എന്ത് സംഭവിക്കും? ഈ കേസിൽ ടൈം T എന്ന് പറയുന്നത് 2T ആയിട്ട് മാറും. ഇക്വേഷനിൽ H = I² R ഇൻറ്റു 2T. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ 2 ഇൻറ്റു I² RT. ഇക്വേഷനിൽ 2 ഇൻറ്റു 1000 ജൂൾ എന്ന് കിട്ടും. നമുക്ക് എത്ര കിട്ടും? 2000 ജൂൾ എന്ന് കിട്ടും. ഇങ്ങനെ നമ്മുടെ എക്സാമിന് പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വെച്ചത്, കഴിഞ്ഞ ലെസൺ നമ്മൾ പറഞ്ഞ പോലെ ടൈം കൂട്ടുകയാണെങ്കിൽ താപത്തിൽ എന്ത് വ്യത്യാസം വരും? ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് കൂട്ടുകയാണെങ്കിൽ താപത്തിൽ എന്ത് വ്യത്യാസം വരും? അതുപോലെ റെസിസ്റ്റൻസ് കൂട്ടുകയാണെങ്കിലും താപത്തിൽ എന്ത് വ്യത്യാസം വരും? ഇവിടെ ടൈം കൂട്ടിയപ്പോഴത്തേക്ക് എനിക്ക് 2 മടങ്ങായിട്ടേ എന്ത് ചെയ്തുള്ളൂ? ഹീറ്റ് കൂടിയുള്ളൂ. അതേ സമയത്ത് ഞാനിവിടെ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ഡബിൾ ആക്കിയപ്പോൾ അവിടെ സംഭവിച്ചത് 4 മടങ്ങായിട്ടാണ് എന്ത് ചെയ്തത്? ഹീറ്റ് കൂടിയത്. ശരിയാണേ? അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചത്, നമ്മൾ ആദ്യം ഇലക്ട്രിസിറ്റിയെ പറ്റി ഒരു കഥ പറഞ്ഞു അല്ലേ? രണ്ടാമത്തെ ലെസൺ നമ്മൾ എന്താണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു, എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, എന്താണ് റെസിസ്റ്റൻസ്. പിന്നീട് നമ്മൾ പറഞ്ഞു വെച്ചത് ജൂൾസ് ഇക്വേഷനിലേക്കാണ്. ജൂള് ആ ഇക്വേഷൻ എങ്ങനെ കണ്ടെത്തി എന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു വെച്ചു. അവിടെ നമ്മൾ പ്രധാനമായിട്ടും 3 ഇക്വേഷൻ പഠിച്ചു. ആ ഇക്വേഷൻ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. H = I² RT, H = VIT, അതുപോലെ H = V²T / R. പിന്നീട് കഴിഞ്ഞ ലെസണിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്തു ഇല്ലേ? ആ പ്രോബ്ലത്തിലാണ് നമ്മൾ ഇതിനെ പറ്റി പറഞ്ഞു വെച്ചത്. ഇനി നമുക്ക് നമ്മുടെ ഈ ചാപ്റ്ററിൽ, നമ്മുടെ ഈ ലെസണിൽ നമ്മൾ പറയാൻ പോകുന്നത് റെസിസ്റ്റൻസിനെ പറ്റിയാണ്, അല്ലെങ്കിൽ പ്രതിരോധത്തിനെ പറ്റിയാണ്. എന്താണ് റെസിസ്റ്റൻസ് എന്നതിനെ പറ്റി നമ്മുടെ സെക്കൻഡ് ലെസണിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഇപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ആ ചാലകത്തിന് ഒരു പ്രതിരോധം ഉണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ എല്ലാ ചാലകവും അതിന്റെ ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും. ആ ഒപ്പോസ് ചെയ്യുന്ന ആ കപ്പാസിറ്റി കാരണം എന്ത് ചെയ്യും? അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന നമ്മുടെ ജൂള് കണ്ടെത്തി വെച്ചു. അപ്പൊ ഞാനിവിടെ റെസിസ്റ്റൻസിനെ പറയാൻ ഉദ്ദേശിക്കുന്നത് ജൂള് ചെയ്ത ചില പരീക്ഷണങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാനിവിടെ നമ്മുടെ റെസിസ്റ്റൻസിനെ പറ്റി പറയുന്നത്. എന്താണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം? വൈദ്യുതിയുടെ പ്രവാഹത്തെ എതിർക്കാനുള്ള അല്ലെങ്കിൽ പ്രതിരോധിക്കാനുള്ള ഒരു ചാലകത്തിന്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം എന്ന് വിളിച്ചത് അല്ലെ? എ കണ്ടക്ടർ വിച്ച് ഒപ്പോസ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് നോൺ ആസ് എന്ത്? റെസിസ്റ്റൻസ്. അങ്ങനെ ആ ചാലകത്തിന്റെ ഒപ്പോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ആ കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രതിരോധം എന്ന് വിളിക്കുക. നമുക്കറിയാം അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത സിമ്പിൾ എന്ന് പറയുന്നത് R ആയിരുന്നു. ഇവിടെ ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ചാലകത്തിലൂടെ ഇലക്ട്രിസിറ്റി പ്രവഹിക്കുമ്പോൾ അവിടെ റെസിസ്റ്റൻസ് ഉണ്ടാകും അല്ലെങ്കിൽ പ്രതിരോധം ഉണ്ടാകും എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ആ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതിനെപ്പറ്റി ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയത് ഓം എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? റെസിസ്റ്റൻസിനെ അല്ലെങ്കിൽ പ്രതിരോധത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ഒരു ചാലകം എന്ന് പറയുന്നത് അവിടുത്തെ റെസിസ്റ്റൻസ് കുറയ്ക്കും.
ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കൂടും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു ചാലകത്തിനെ നമ്മൾ തണുപ്പിക്കുകയാണെങ്കിൽ അത് ഏകദേശം അബ്സല്യൂട്ട് ടെമ്പറേച്ചർ -273 വരെ എത്തിക്കുകയാണെങ്കിൽ ഒരു ചാലകത്തിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും 0 ആയിട്ട് മാറും, അല്ലേ? അപ്പൊ എനിക്ക് പറയാൻ സാധിക്കും, ഒരു ചാലകത്തിന്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അവിടുത്തെ എന്താണ്? ടെമ്പറേച്ചർ ആണ്. ശരിയാണല്ലോ. അപ്പോ ഒരു ചാലകത്തില് പ്രതിരോധത്തിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് താപം അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആണ്. രണ്ടാമത്തെ ഘടകം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ചാലകത്തിന്റെ നീളം അല്ലെങ്കിൽ ലെങ്ത് ആണ്. ഒരു കണ്ടക്ടറിന്റെ ലെങ്ത് ഞാൻ കൂട്ടി, ലെങ്ത് ഞാൻ എത്രത്തോളം കൂട്ടുന്നോ അത്രത്തോളം എന്ത് ചെയ്യും? അവിടുത്തെ ചാലകത്തിന്റെ പ്രതിരോധം കൂടും. ഇപ്പൊ നോക്കിയേ, ഇപ്പോ അങ്ങനെയെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം എന്ന് പറയുന്നത് അവിടുത്തെ ചാലകത്തിന്റെ നീളത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, നേർ അനുപാതത്തിലാണ്. ശരിയല്ലേ? നമുക്കറിയാം ഇലക്ട്രോൺസ് ഒരറ്റത്ത് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുമ്പോഴാണ് അവിടെ വൈദ്യുതി ഉണ്ടാവുക. ചാലകത്തിന്റെ നീളം കൂട്ടുന്നതിനനുസരിച്ചിട്ട് ഇലക്ട്രോൺസിന് അത്രയും റെസിസ്റ്റൻസ് വേണം, അത്രയും ദൂരം അതിനെ ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് കൂടും. ശരിയല്ലേ? ഈ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മുടെ റിയോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. എന്താണ് റിയോസ്റ്റാറ്റ്? നമ്മുടെ ഒരു സർക്യൂട്ടില് ചാലകത്തിലെ പ്രതിരോധത്തിനെ അല്ലെങ്കിൽ പ്രതിരോധത്തിനെ നിയന്ത്രിക്കാനുള്ള ഒരു ഡിവൈസ് ആണ് എന്തെന്ന് പറയാ? റിയോസ്റ്റാറ്റ് എന്ന് പറയാ. റിയോസ്റ്റാറ്റിൽ ചെയ്യുന്ന ഇത്ര മാത്രമേ ഉള്ളൂ, കുറച്ച് കമ്പിച്ചുരുളെടുത്ത് ഇങ്ങനെ വെച്ചിരിക്കും. ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് കണക്ഷൻ എടുക്കും. ഇത് ഞാൻ ഒരു ബാറ്ററിയുടെ ഒരു സൈഡുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യും. ഇനി ഇതിന്റെ മേളില് ഇതുപോലെ ഡിവൈസ് ഉണ്ടാവും. ഇതിന്റെ മറ്റേ അറ്റം ഞാൻ എന്ത് ചെയ്യും? ബാറ്ററിയുടെ മറ്റേ അറ്റവുമായിട്ട് കണക്ട് ചെയ്യും. ഞാൻ ഇതിനെ നീക്കിയിട്ട് ഇവിടെ വയ്ക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന കമ്പിച്ചുരുളിന്റെ കോണ്ടാക്ട് എന്ന് പറയുന്നത് ഇത് മുതൽ ഇവിടം വരെയുള്ളൂ. സ്വാഭാവികമായിട്ടും ഇവിടെ മുതൽ ഇവിടം വരെ എന്ന് പറയുന്നത് ലെങ്ത് കുറവാണ്, അല്ലെ? നീളം കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഇനി ഞാൻ ഇതിനെ ഇങ്ങോട്ട് നീക്കിയാലോ? ഇങ്ങോട്ട് നീക്കുമ്പോഴത്തേക്ക് ഇവിടത്തെ കമ്പിച്ചുരുളിന്റെ എണ്ണം കൂടി, അല്ലെ? സ്വാഭാവികമായിട്ടും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അങ്ങനെ ചാലകത്തിന്റെ നീളം കൂടുമ്പോൾ അവിടെ എന്ത് ചെയ്യും? പ്രതിരോധം കൂടും. അത് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണ് എന്തെന്ന് പറയാ? റിയോസ്റ്റാറ്റ് എന്ന് പറയാം. രണ്ടാമത്തെ കേസില് അതിന്റെ ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഏരിയ എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒരു ചാലകത്തിന്റെ ഏരിയ ഞാൻ എത്രത്തോളം കൂട്ടുമോ അത്രത്തോളം എന്ത് ചെയ്യും? അതിന്റെ പ്രതിരോധം കുറയും. ശരിയല്ലേ? ഇപ്പൊ ഒരു മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഞാനിപ്പോ വളരെ നീളമുള്ളൊരു പൈപ്പ് എടുത്തു വെച്ചു, അതുപോലെ നല്ല വണ്ണമുള്ളൊരു പൈപ്പ് എടുത്തു വെച്ചു. അതിനുശേഷം ഇതിനകത്തൂടെ ഞാൻ പറയുകയാണ്, ഇതിനകത്തൂടെ നിങ്ങളടുത്ത് കയറി അപ്പുറത്തിറങ്ങാൻ പറയുകയാണ്, ഇല്ലേ? ഒരാൾക്ക് കഷ്ടിച്ചെന്ത് ചെയ്യാം? അതിനകത്തൂടെ എഴഞ്ഞങ്ങ് അപ്പുറത്ത് പോവാം. സ്വാഭാവികമായിട്ടും എനിക്ക് ഇതിലൂടെ അപ്പുറത്ത് പാസ് ചെയ്യാൻ എനിക്ക് എന്താണ്? ബുദ്ധിമുട്ടാണ്. സെയിം തന്നെയാണ് നമ്മുടെ ഇലക്ട്രിക് ചാർജിന്റെ കാര്യത്തിൽ. ഇനി നമ്മളെക്കാൾ വലിപ്പമുള്ളൊരു പൈപ്പാണെങ്കിലോ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നടന്നങ്ങിറങ്ങാം, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അപ്പുറത്തെ സൈഡിൽ പോകാനായിട്ട് പറ്റും, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ഇലക്ട്രിക് ചാർജും. ഇതിന്റെ നീളം എത്രത്തോളം കൂട്ടുന്നോ അത്രത്തോളം ബുദ്ധിമുട്ടാണ് അപ്പുറത്ത് വരാൻ. സ്വാഭാവികമായിട്ടും റെസിസ്റ്റൻസ് അവിടെ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി ഇതിന്റെ ഏരിയ കൂട്ടുകയാണെങ്കിൽ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂട്ടുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് കുറയും. ഇനി നാലാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ ആണ്. നമ്മൾ പറഞ്ഞു വെച്ചു അലൂമിനിയം ഞാൻ എടുത്തു, കോപ്പർ എടുത്തു വെച്ചു, നിക്രോം എടുത്തു, ഗോൾഡ് എടുത്തു, അല്ലെ? ഇതിൽ ഏറ്റവും പ്രതിരോധം കൂടുതൽ എന്ന് പറയുന്നത് നിക്രോമിനാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഹീറ്റിംഗ് കോയിലായിട്ട് നമ്മൾ നിക്രോം യൂസ് ചെയ്യാൻ കാരണം. അതേ സമയത്ത് ഞാൻ ഗോൾഡാണ് എടുക്കുന്നതെങ്കിൽ കമ്പാരിറ്റീവ്ലി അതിന്റെ റെസിസ്റ്റൻസ് എന്താണ്? കുറവാണ്. ശരിയല്ലേ? അപ്പോൾ റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് അവിടെ നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ ആണ്. അപ്പൊ നമ്മൾ എന്താ ഇതുവരെ പറഞ്ഞു വെച്ചേ? എന്താണ് റെസിസ്റ്റൻസ് എന്ന് വെച്ചു, എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു വെച്ചു. ദ കപ്പാസിറ്റി ഓഫ് എ കണ്ടക്ടർ ടു ഒപ്പോസ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ഈസ് നോൺ ആസ് എന്ത്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു, അല്ലെ? ഒരു ചാലകത്തിലൂടെയുള്ള വൈദ്യുതിയുടെ ഒഴുക്കിനെ തടയാനുള്ള ആ ചാലകത്തിന്റെ കഴിവിനെയാണ് എന്ത് വിളിക്കുക? പ്രതിരോധം എന്ന് വിളിക്കുക. പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ നമ്മൾ പറഞ്ഞത് 4 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തത് ടെമ്പറേച്ചർ,
അല്ലേ? ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടും, ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കുറയും. രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞു വെച്ചത് ലെങ്ത് ആണ്. ഒരു ചാലകത്തിന്റെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിന്റെ ലെങ്ത് കൂടുകയാണെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് കൂടും. അതുപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ന് പറയുക, റിയോസ്റ്റാറ്റ് എന്ന് പറയുക. പിന്നീട് അതിന്റെ ഏരിയ കൂട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. പിന്നീട് അതിനെ സ്വാധീനിക്കുന്ന നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ ആണ്, ആ മെറ്റീരിയലിന്റെ സ്വഭാവം, അല്ലെ? നമ്മൾ എടുക്കുന്ന ചാലകത്തിന്റെ സ്വഭാവം എന്താണ് ഞാൻ പറഞ്ഞത്? ഓരോ ചാലകത്തിന്റെയും പ്രതിരോധം എന്ന് പറയുന്നത് വ്യത്യാസമാണ്, ശരിയല്ലേ? നിക്രോമിനാണെങ്കിൽ പ്രതിരോധം വളരെ കൂടുതലാണ്, അതുകൊണ്ട് നമ്മൾ അതിനെ ഹീറ്റിംഗ് കോയിലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ശരിയാണല്ലോ? ഇത് വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷനിലേക്ക് എത്തിച്ചേരാം. ഇവിടെ നമ്മൾ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ എന്ന് എഴുതി, ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എ എന്ന് എഴുതി. എനിക്ക് ഇതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ച് എഴുതിക്കൂടെ? ഒരുമിച്ച് ഇങ്ങനെ എഴുതാം, ആർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ഡിവൈഡഡ് ബൈ എ. ശരിയല്ലേ? നമ്മുടെ മാത്തമാറ്റിക്കലി നമ്മൾ എഴുതുമ്പോൾ എവിടെ ഒരു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സൈൻ വന്നു കഴിഞ്ഞാലും അതിനെ ഈക്വൽ സൈൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കേസിൽ നമുക്ക് എഴുതാം ആർ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ. ശരിയാണേ? ഇവിടുത്തെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തി വെച്ചു, അതിനെ നമ്മൾ വിളിക്കുന്നത് ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി എന്നാണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടി, ആർ ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ. ശരിയാണല്ലോ? അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചത് പ്രതിരോധത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞു. ഒന്നാമത് പറഞ്ഞത് ടെമ്പറേച്ചർ, രണ്ടാമത് പറഞ്ഞത് ലെങ്ത് ഓഫ് ദി മെറ്റീരിയൽ, രണ്ടാമത് പറഞ്ഞത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, പിന്നീട് നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. നമ്മൾ ഒരു ഇക്വേഷനിലേക്ക് എത്തിച്ചേർന്നു, ആർ ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ. ഇവിടെ എന്താണ് റോ എന്ന് പറഞ്ഞു? ആ റോയെ നമ്മൾ വിളിക്കുന്ന പേര് റെസിസ്റ്റിവിറ്റി എന്നാണ്, ശരിയാണല്ലോ? അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ടത്, റെസിസ്റ്ററിനെ നമ്മൾ എടുത്തിട്ട് ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക? എനിക്ക് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. ഒന്നുകിൽ അത് ശ്രേണി രീതിയിലാവാം, സീരീസ് ആയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ പാരലായിട്ടായിരിക്കാം കണക്ട് ചെയ്യുക. ഇങ്ങനെ ഓരോ രീതിയിലും കണക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ സഫല പ്രതിരോധം അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്നതിനെ പറ്റിയാണ് നമുക്കിനി പറയേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നമുക്കൊരു റെസിസ്റ്ററിനെ രണ്ട് രീതിയിൽ സർക്യൂട്ടിൽ കണക്ട് ചെയ്യാം. ഒന്ന് സീരീസ് കണക്ഷൻ, രണ്ടാമത്തത് പാരലൽ കണക്ഷൻ, അല്ലെ? ശ്രേണി രീതിയിലും സമാന്തര രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം? റെസിസ്റ്ററിനെ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യാം. എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുക? ഇപ്പോ ഞാൻ വീട്ടില് TV ഉപയോഗിക്കുകയാണ്. ഞാൻ സർക്യൂട്ടിൽ എന്ത് ചെയ്തു? ഈ പറഞ്ഞ പോലെ വയർ കണക്ട് ചെയ്തു, സ്വിച്ച് ഓൺ ചെയ്തു. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്, ശരിയല്ലേ? ഇപ്പൊ എനിക്ക് ആ TV ഓൺ ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ ഫ്രണ്ട് ഒരു LED ഇരിപ്പുണ്ട്, അല്ലെ? റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും കളർ അല്ലെ LED ഉണ്ട്. അതിന് 230 വോൾട്ടിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അത് വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് കത്താൻ വേണ്ടിയിട്ട് ചെറിയ വോൾട്ട് മതി, അല്ലെ? അതേ സമയത്ത് അതിനകത്തുള്ള മറ്റു അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം? പഴയ TV ആണെങ്കിൽ പിക്ചർ ട്യൂബൊക്കെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ 230 വോൾട്ടും വേണം, അല്ലെ? അപ്പൊ എനിക്ക് എങ്ങനെ ഒരു TVക്കകത്ത് തന്നെ ഓരോ ഘടകങ്ങളെയും അതിന് ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് എനിക്ക് എങ്ങനെ കൊടുക്കാൻ സാധിക്കും? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സർക്യൂട്ടിൽ റെസിസ്റ്റർ ഉപയോഗിക്കുക. അപ്പൊ റെസിസ്റ്ററിനെ എങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രതിരോധം കൂട്ടാം, എങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രതിരോധം കുറയ്ക്കാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കേസ്, എൻ്റെ കയ്യിൽ 2 റെസിസ്റ്റർ ഉണ്ട്. ഇതിനെനിക്ക് വേണമെങ്കിൽ സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് അല്ലെങ്കിൽ ശ്രേണി രീതിയിൽ കണക്ട് ചെയ്യാം. എങ്ങനെ? എന്താണ് ശ്രേണി രീതി? ഒന്നിന് പിറകെ ഒന്നായിട്ട് ചങ്ങല പോലെ കണക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ എനിക്ക് അതിനെ ശ്രേണി രീതി അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ എന്ന് പറയാം, അല്ലെ? അപ്പോ ഇതിനെ ശ്രേണി രീതിയിൽ കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടെണ്ണം തമ്മിൽ കണക്ട് ചെയ്യുക. ഇതിനെന്ത് ചെയ്യുക? നമ്മളൊരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യുക. ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുക. ഇതെന്ന് പറയുന്നത് ശ്രേണി രീതിയാണ്. ഇനി അതുപോലെ ഈ റെസിസ്റ്ററിനെ ഞാൻ എടുത്തിട്ട് ഒരെണ്ണത്തിന് ഇവിടെ വെച്ചു, മറ്റേതിനെ ഇവിടെ വെച്ചു. ഇതിന്റെ രണ്ട് എൻഡുകളും തമ്മിൽ ഞാൻ ജോയിൻ ചെയ്തു. ഓക്കെ, ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യാണ്? ഒരു സെല്ലുമായിട്ട് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ എന്ന് പറയുന്നത്
ഒന്നിനു മുകളിൽ പാരലായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുക, ഞാൻ റെസിസ്റ്ററിനെ ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതെന്ന് പറയുന്നത് എന്താണ്, പാരലൽ കണക്ഷൻ ആണ്, സമാന്തര രീതിയാണ്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ കുറെ ഫിഗേഴ്സ് തന്നു കഴിഞ്ഞാൽ അത് സീരീസ് കണക്ഷൻ ആണോ അതേ പാരലൽ കണക്ഷൻ ആണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. എന്റെ കയ്യിൽ 3 റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, ഈ റെസിസ്റ്ററിനെ ഞാൻ പല രീതിയിൽ കണക്ട് ചെയ്യുകയാണ്. അത് സീരീസ് ആണോ പാരലൽ കണക്ഷൻ ആണോ എന്ന് നിങ്ങൾ പറയണം. ഇവിടെ നോക്കി, ഞാൻ ഈ 3 റെസിസ്റ്ററിനെ എടുത്തിട്ട് ഒരെണ്ണത്തിന് ഇവിടെ വെച്ചു, ഒരെണ്ണത്തിന് ഇവിടെ വെച്ചു, ഒന്നിന് ഇവിടെ ഇങ്ങനെ വെച്ചു. അതിനുശേഷം ഞാൻ ഇതിന്റെ എൻഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുകയാണ്. ഇവിടെ ഞാനൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കും. ഇത് ശ്രേണി രീതി ആയിരിക്കുമോ അതേ സമാന്തര രീതി ആയിരിക്കുമോ? നോക്കിയേ, ഈ കേസിൽ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് ഒന്നിന് പിറകെ ഒന്നായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ കണക്ട് ചെയ്ത് വെച്ചേക്കുക. ശരിയല്ലേ? ഈ ഫിഗറും സെയിം തന്നെ അല്ലേ? ശരിയല്ലേ? ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് ഈ റെസിസ്റ്ററിന്റെ മറ്റേടത്ത് ആ റെസിസ്റ്റർ കണക്ട് ചെയ്തു, ഇതിന്റെ ഒരറ്റത്ത് ആ റെസിസ്റ്റർ കണക്ട് ചെയ്തു, ഇതിനെ എന്ത് ചെയ്തു, രണ്ടെൻഡും കൂടെ എന്ത് ചെയ്തു, ഒരു ബാറ്ററിയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ കൊടുത്തു. സെയിം ഇവിടെ നോക്കിയേ, അത് തന്നെയല്ലേ ഞാൻ ഇവിടെയും ചെയ്തേക്കുന്നത്. ഈ കേസിൽ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു, ഇതിന്റെ ഈ ഒരു എൻഡ് ഇവിടെ കണക്ട് ചെയ്തേക്കുകയാണ്, അടുത്ത എൻഡ് ഇവിടെ പോയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതും എന്താണ്, സീരീസ് കണക്ഷൻ തന്നെയാണ്. ശരിയാണോ? അപ്പോ നമ്മൾ ആദ്യം അറിയേണ്ടത് ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ഫിഗർ വരച്ചു കഴിഞ്ഞാൽ അത് സീരീസ് കണക്ഷൻ ആണോ പാരലൽ കണക്ഷൻ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇനി ഞാൻ ഈ 3 റെസിസ്റ്ററിനെ വേറെ രീതിയിൽ കണക്ട് ചെയ്യാം. നോക്കിയേ, ഞാൻ ഈ റെസിസ്റ്ററിനെ എടുത്ത് ഇവിടെ വെച്ചു, ഈ റെസിസ്റ്ററിനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചു. ഇതിനെ ഞാൻ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസുമായിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇത് സീരീസ് കണക്ഷൻ ആണോ പാരലൽ കണക്ഷൻ ആണോ? എങ്ങനെ പറയാം? ഇതിന് ഞാൻ എ എന്ന് കൊടുത്തു, ഇത് ബി, ഇത് സി. എ ബി സി. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും എയും ബിയും അല്ലെ, എയും ബിയും എന്ന് പറയുന്നത് പാരലൽ കണക്ഷനിലാണ് അല്ലെങ്കിൽ സമാന്തര രീതിയിലാണ്. ശരിയാണോ? അതുപോലെ ഈ എക്കും ബിക്കും സമാന്തരം, എയും ബിയും സമാന്തരമാണ്. ഇതിന് സീരീസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, സി എന്ന് പറയുന്ന റെസിസ്റ്ററിനെ നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. ശരിയല്ലേ? അപ്പോ ഇനി മറ്റൊരു ഫിഗറിലേക്ക് നോക്കാം. ഇത് എ, ഇത് ബി, ഇത് സി. ഇതെങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞേ? ഇതിൽ ഏതൊക്കെയാണ് സീരീസ് കണക്ഷൻ, ഏതൊക്കെയാണ് പാരലൽ കണക്ഷൻ? നോക്കി, ഇവിടെ നമ്മുടെ രണ്ട് എൻഡ് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന എൻഡ് ഏതാ? ഈ എൻഡാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? സെയിം നെഗറ്റീവ് ഇതേ ഇവിടെ വന്നിരിക്കുന്നു. ശരിയാണല്ലോ? അങ്ങനെയെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും ഇവിടെ സി എന്ന് പറയുന്നത് എക്കും ബിക്കും പാരലാണ്. ഈ സെയിം ഫിഗറിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചു. ഈ ഫിഗർ തന്നെയല്ലേ ഇതും? ശരിയല്ലേ? ഞാൻ ഇതിന്റെ ഇവിടെ പിടിച്ചിട്ടിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ എന്താ, ഇതൊരു ട്രയാങ്കിൾ ഷേപ്പായി. അങ്ങനെയെങ്കിൽ എനിക്ക് പറയാം ഇവിടെ എയും ബിയും എന്ത് കണക്ഷനിലാണ്? സീരീസ് കണക്ഷനിലാണ്. അതുപോലെ എക്കും ബിക്കും പാരലായിട്ടാണ് എന്ത് വരിക? സി എന്ന് പറയുന്ന കണക്ഷൻ വരിക. ശരിയാണോ? ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. നമ്മുടെ എക്സാമിന് ഇതുപോലുള്ള ഫിഗേഴ്സ് തന്നിട്ട് ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാം. ഇനി ഒരു ഫിഗർ കൂടെ ഞാൻ പറയാം. ഇതിന്റെ ആൻസർ ഞാൻ പറയുന്നില്ല. ഇതിന്റെ ആൻസർ നമ്മുടെ ഈ പറഞ്ഞ ഗ്രൂപ്പുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, പ്രോബ്ലംസ് തരുമ്പോൾ അതിനകത്ത് ഇതിന്റെ ആൻസർ നിങ്ങൾ പറയണം. ഓക്കെ, ഞാൻ വേറെ ഫിഗർ വരയ്ക്കുകയാണ്.
ഞാൻ ഒരു റെസിസ്റ്ററിനെ ഇവിടെ എടുത്തു, എ ബി സി, ഇത് ഡി. ഓക്കെ, ഇതിനകത്ത് ഒരു റെസിസ്റ്റർ ഇങ്ങനെ വെച്ചു. അതിനുശേഷം ഞാൻ ബാറ്ററി കണക്ട് ചെയ്യുന്നത്, അത് ശ്രദ്ധിക്കുക, ബാറ്ററി കണക്ട് ചെയ്യുന്നത് ഈ രണ്ട് എൻഡിൽ നിന്നാണ്. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ഈ കേസിൽ ഏതൊക്കെ റെസിസ്റ്ററാണ് സീരീസ് കണക്ഷനിലുള്ളത്, ഏതൊക്കെ റെസിസ്റ്ററാണ് പാരലൽ കണക്ഷനിലുള്ളതെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പുകൾ ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തുക. ഇനി നമ്മുടെ അടുത്ത ലെസണിൽ നമുക്ക് പറയേണ്ടത്, ഇങ്ങനെ സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും വയ്ക്കുമ്പോൾ ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടെത്താം. ഓക്കെ, അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്താൻ വേണ്ടി നമുക്ക് കാൽക്കുലേഷൻസ് ഉണ്ട്, അത് കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അതിന്റെ ഇക്വേഷനിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്നതിനെ പറ്റി നമുക്ക് പഠിക്കണം. അതുപോലെ അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസും ചെയ്യണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ലെസണിൽ നമ്മൾ പറഞ്ഞു വെച്ചത് എന്തൊക്കെയാ? ആദ്യം നമ്മൾ റെസിസ്റ്ററിനെ പറ്റി പറഞ്ഞു. എന്താണ് റെസിസ്റ്റർ അല്ലെങ്കിൽ പ്രതിരോധം, അല്ലെ? എന്താ പറഞ്ഞേ? ദ കപ്പാസിറ്റി ഓഫ് എ കണ്ടക്ടർ ടു ഒപ്പോസ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് നോൺ ആസ് ദ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം. ഒരു ചാലകത്തിലൂടെയുള്ള വൈദ്യുതിയുടെ ഒഴുക്കിനെ തടയാനുള്ള ആ ചാലകത്തിന്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രതിരോധം എന്ന് വിളിക്കുക. പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ് എന്ന് നമുക്കറിയാം. ശരിയല്ലേ? പിന്നീട് നമ്മൾ ചോദിച്ചത് റെസിസ്റ്ററിനെ അല്ലെങ്കിൽ പ്രതിരോധത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്നാണ്. ഞാൻ പറഞ്ഞു ടെമ്പറേച്ചർ, അല്ലെ? 4 ഘടകങ്ങൾ പറഞ്ഞു. ഒന്നാമത്തത് ടെമ്പറേച്ചർ, രണ്ടാമത്തത് ലെങ്ത് കൂടുമ്പോഴത്തേക്ക് റെസിസ്റ്റൻസ് കൂടുന്നു പറഞ്ഞു. മൂന്നാമത്തെ കേസ് പറയുന്നത് ഏരിയ ആണ്, ഏരിയ കൂടുമ്പോഴത്തേക്ക് റെസിസ്റ്റൻസ് കുറയും, അല്ലെ? അതുപോലെ അവസാനം നമ്മൾ പറഞ്ഞു വെച്ചത് നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ ആണ്, ആ ചാലകത്തിന്റെ സ്വഭാവം. പിന്നീട് നമ്മൾ പറഞ്ഞത് റെസിസ്റ്ററിന്റെ സീരീസ് പാരലൽ കണക്ഷനിലേക്ക് പോയി. എന്താണ് സീരീസ്, എന്താണ് പാരലൽ? ഞാൻ കുറെ ഫിഗർ തന്നിട്ട് അതിൽ ഏതാണ് സീരീസ് കണക്ഷൻ, ഏതാണ് പാരലൽ കണക്ഷൻ എന്ന് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു. ഇതിന്റെ ആൻസർ നമുക്ക് ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യാം. ഇതിന്റെ ആൻസർ എന്താണെന്ന് എഴുതി വെക്കുക. ഇതുപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ പ്രോബ്ലംസിലേക്ക് കടക്കാം. ബാക്കി നമുക്ക് അടുത്ത ലെസണിൽ നോക്കാം.